വ്യത്യസ്തമായ ഒരു തക്കാളി മസാല ഓംലെറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കാണാം. വെൽക്കം ടു ടെസ്റ്റഡ് ആൻഡ് ടേസ്റ്റഡ് ചാനൽ. ആദ്യം ഒരു കടായി ചൂടാക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടിയ ശേഷം 2 സവാള വളരെ ചെറിയ പീസാക്കി എരിഞ്ഞെടുത്തിട്ടുള്ളതാണിത്. ഇതിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. സവാള ഏകദേശം ഒരു ലൈറ്റ് പിങ്ക് കളർ ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില കൂടി ചേർക്കാം. ഒപ്പം തന്നെ 2-3 പച്ചമുളക് കീറിയിട്ടതാണിത്, ഇതും ചേർക്കാം. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിനി നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള നല്ലപോലെ വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് തക്കാളി ചേർക്കണം. ഞാനിവിടെ 4 തക്കാളിയാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. വളരെ ചെറിയ പീസാക്കി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇതിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. തക്കാളി നല്ലപോലെ വഴറ്റിയെടുക്കണം. തക്കാളി നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഇനി വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണേ. ഇനി 2 സെക്കൻഡ് കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇവിടെ തക്കാളി മസാല തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഓംലെറ്റ് തയ്യാറാക്കാം. ഒരു ഫ്രൈയിങ് പാൻ ചൂടാക്കാം. ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചുറ്റിച്ചെടുക്കണം. എന്നിട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കണേ. എന്നിട്ട് നമ്മൾ വഴറ്റിയെടുത്ത് വെച്ചിട്ടുള്ള തക്കാളി മസാല ഉണ്ടല്ലോ, അതിൽ നിന്നും അല്പം എടുത്ത് ഫ്രൈയിങ് പാനിലേക്ക് നിരത്തി ഇട്ട് കൊടുക്കണം. അല്പാൽപ്പം വേണം നമ്മളിത് ഇട്ട് കൊടുക്കാന്. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇങ്ങനെ ചെയ്യാന്. ഇതുപോലെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കണം. നിരത്തി ഇട്ട് കൊടുത്ത ശേഷം ഈ മസാല ഒരു സൈഡിലേക്ക് മാറ്റി 3 കുഴികളാക്കിയിട്ട് എടുക്കണം. അതായത് മുട്ട പൊട്ടിച്ചൊഴിക്കുന്ന രീതിയിലാക്കിയിട്ട് എടുക്കണം. അതായത് ഇതുപോലെ കുഴികളാക്കിയിട്ട് എടുക്കണം. കണ്ടില്ലേ? ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഓംലെറ്റിന് നമ്മൾ എങ്ങനെയാണോ മുട്ട എടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതിനും എടുക്കേണ്ടത്. ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. 3 മുട്ടയാണ് ഞാൻ അതിനായിട്ട് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. കണ്ടില്ലേ? ഇതുപോലെ ഒഴിച്ച് ലോ ഫ്ലെയിമിലിട്ട് വേണം ഇങ്ങനെ ചെയ്യാന്. പ്രത്യേകം ശ്രദ്ധിക്കണേ. എന്നിട്ട് ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും അല്പം ഉപ്പും ഒന്ന് വിതറിയിട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. 5 സെക്കൻഡ് നേരം നമുക്കിത് അടച്ചു വെക്കാം. തക്കാളി മസാല ഓംലെറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി ഇത് പീസാക്കി നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല ഓംലെറ്റ് ആണ് ഇത്. ഇങ്ങനെ തന്നെ കഴിക്കാനും അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യണം. വീണ്ടും നല്ലൊരു വീഡിയോയുമായി എത്താം. അതുവരെ ബൈ ബൈ.